ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ പ്രവാസികൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി, റൂം എന്നിവ മാത്രമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനാവുകയാണ് പത്തനംതിട്ട സ്വദേശിയും ബഹറിലെ പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ ബിജി തോമസ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോട്ട് പോകാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ബഹറിലെ പ്രവാസി സമൂഹത്തിനിടയിൽ ഏറെ പരിചിതമായ ഒരു പേരാണ് ബിജി തോമസ്. പ്രവാസത്തിൻ്റെ തിരക്കിനിടയിലും എഴുത്തിനോടുള്ള പ്രണയം കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന മലയാളി. തൻ്റെ അച്ഛനമ്മമാരോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായി ബാബ ആമി എന്ന തൂലികാനാമം സ്വീകരിച്ച ഇദ്ദേഹം തൻ്റെ ജോലിക്കിടയിലും കിട്ടുന്ന സമയം എഴുത്തിനായി മാറ്റിവെക്കുകയാണ്. ഇതിനോടകം 3 പുസ്തകങ്ങളാണ് ഇദ്ദേഹം പുറത്തിറക്കിയത്. കൂടാതെ 20ലേറെ ആൽബങ്ങൾക്ക് വേണ്ടി വരികൾ എഴുതി ട്യൂൺ ചെയ്യുകയും ചെയ്തു. പ്രവാസ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ജോലിയും റൂമും മാത്രമാകും എന്നത് പറയുന്നവരാണ് ഏറെയും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തനാവുകയാണ് ഈ എഴുത്തുകാരൻ. ഇദ്ദേഹത്തോട് എങ്ങനെ സമയം കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറയും, പക്ഷെ അവിടെ നിന്ന് സമയം കണ്ടെത്തിയാണ് ഞാൻ എഴുതാനെ കൊണ്ട് തീരുമാനിച്ചത്. എൻ്റെ ആദ്യത്തെ ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഒരു ആൽബം ചെയ്യണം. ഞാനിങ്ങനെ പലരും പാട്ടുകളൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ വീഡിയോ ആൽബങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ എഴുതാൻ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു ഒരു ആൽബം ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതിയതായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ആൽബം ചെയ്തത്. എൻ്റെ ആദ്യത്തെ ആൽബം ഞാൻ ചെയ്യുന്നത് മഞ്ഞ് പെയ്യുന്ന രാവിലെ എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് ഗാനം. ബഹറിനറിയപ്പെടുന്ന പാട്ടുകാരൻ ശ്രീജിത്ത് ഫാറൂഖ് പാടിക്കൊണ്ട് മിലേനിയം ഓഡിയോസിലാണ് അത് ആദ്യം പറ്റിയത്. അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായി എനിക്ക് പിന്നീട് പുതിയ ആൽബങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടി. എന്നാലും ഞാൻ എഴുത്തിനെ കൈവിട്ടു. എഴുത്തിനോടൊപ്പം തന്നെ ഞാനുണ്ടായിരുന്നു. എൻ്റെ ജോലി കഴിഞ്ഞ് കിട്ടുന്നതായ ഫ്രീ ടൈമുകളൊക്കെ ഞാൻ ഓർത്തെടുത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത് അതിനെ ഞാൻ ഓർത്തെടുത്ത് കടലാസുകളിലും അതുപോലെ ഡയറികളിലും ഒക്കെ കുറിച്ച് വെച്ച് ഞാൻ എൻ്റെ എഴുത്തിനെ തുടങ്ങി. ആദ്യത്തെ ആൽബം പിന്നെ ഞാൻ ചെയ്യുന്നൊരു ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയേൽ എന്ന് പറയുന്ന ആൽബം. ആ ഗബ്രിയേൽ എന്ന് പറയുന്ന ആൽബം ചെയ്യാനൊക്കെ വേണ്ടി ആ പാട്ടുകാരന് ഞാനിവിടെ എടുത്ത സമയം പറഞ്ഞ് 2 വർഷമാണ്. ആ 2 വർഷത്തിന് ശേഷമാണ് ഞാനിതുപോലെ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്യുന്നത്. അതുപോലെ തന്നെ എഴുതി ഒരുപാട് എഴുതി ഇങ്ങനെ ഏകദേശം ഒരു 150-ന് മേളിലെ കഥകൾ ഞാൻ എഴുതി കഴിഞ്ഞു. ചെറുതും വലുതുമായ ഒരുപാട് കഥകൾ എഴുതി, നോവലുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ബുക്കുകളാക്കണം എന്നുള്ള മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ ബുക്കുകളാക്കാനൊക്കെ വേണ്ടി നമുക്കിവിടെ അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഓരോരുത്തരെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പലരോട് ചോദിക്കുമ്പോഴും പല അഭിപ്രായങ്ങൾ, പല കാര്യങ്ങൾ, പല തീരുമാനങ്ങൾ, അങ്ങനെ ഓരോരോ രീതിയിൽ അങ്ങ് പോവുകയാണ് നമ്മൾ ബുക്കുകൾ ചെയ്യുന്നതിനെ. മറിച്ച് നാട്ടിലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും ഓരോ പ്രസാധകരെ കാണുവാനെ കൊണ്ടും അവരോട് സംസാരിക്കുവാനെ കൊണ്ടും ബുക്ക് ചെയ്യാൻ പറ്റും. അതെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് വേണ്ടത്, അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോട് ചോദിക്കാനൊക്കെ. പിന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊക്കെ ചോദിച്ച് അങ്ങനെ ഓരോരുത്തരോട് സംസാരിച്ചാണ് ഞാൻ എൻ്റെ ഈ 3 ബുക്കുകളും ചെയ്തത്. ആൽബമായാലും ബുക്കുകളായാലും ഓരോന്നിനും ഞാൻ ഓരോരുത്തരുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ച് അതിനോടൊപ്പം തന്നെ എനിക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ പറഞ്ഞു തരാനെ കൊണ്ടും പാടാനെ കൊണ്ടും വേണ്ടി ആൾക്കാർ ഒരുങ്ങി വന്നതായ ഒരു നല്ല സാഹചര്യമാണ് ഈ ബഹറിൻ്റെ മണ്ണിൽ എനിക്കുണ്ടായത്. പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ ജനിച്ച ഇദ്ദേഹം നാട്ടിൽ അധ്യാപകനായി ജോലി നോക്കുകയായിരുന്നു. അവിടെ നിന്ന് പ്രവാസ ലോകത്തേക്ക് എത്തിയപ്പോഴാണ് എഴുത്തിനെ കൂടെ കൂട്ടിയത്. കഥയും കവിതയും പുസ്തക നിരൂപണവുമൊക്കെയായി മുന്നോട്ടു പോകുന്ന ഇദ്ദേഹത്തിന് ഏറെ ഇഷ്ടം വായനയോടാണ്. ഇതിനോടകം 3 പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങി. 4ാമത്തെ നോവലിൻ്റെ പണിപ്പുഴയിലാണ് ഇപ്പോൾ ഇദ്ദേഹം. മിന്നാമിനുങ്ങിൻ്റെ ഇത്തിരിവട്ടമെന്ന കഥാസമാഹാരവും അവൾ സുധർമ്മ എന്ന നോവലും ബഹറിൻ പുസ്തകോത്സവത്തിൽ വച്ച് പ്രകാശനം ചെയ്ത രക്തക്കറ പുരണ്ട മഷിപ്പാടുകൾ എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. കൂടാതെ ഗൾഫ് മാധ്യമത്തിലും മറ്റു പത്രങ്ങളിലും വിവിധ മാഗസീനുകളിലും ഇദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. 20ലധികം ക്രിസ്ത്യൻ ഭക്തി ആൽബങ്ങൾക്കും
അതുപോലെ തന്നെ എൻ്റെ അയ്യനൊരു നെയ്യഭിഷേകം, എൻ്റെ ഗുരുദേവൻ എന്നീ ഭക്തിഗാനങ്ങൾക്കും ഇദ്ദേഹം വരികൾ എഴുതി ട്യൂൺ ചെയ്തു. പ്രവാസ ലോകത്തെ നിരവധി സംഘടനകളുടെ അംഗീകാരം ഇതിനോടകം ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള ബുക്ക് ഓഫ് റെക്കോർഡിൽ നിന്നും എഴുത്തിനുള്ള അംഗീകാരവും ഇദ്ദേഹത്തെ തേടിയെത്തി. കോട്ടയം ജില്ലാ കളക്ടറിൽ നിന്നും പാറ്റ് അവാർഡ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഭാരതീയം കാക്കനാട് പുരസ്കാരം, പ്രവാസി വെൽഫെയർ പുരസ്കാരം, സുവർണ തൂലിക പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് ഈ കലാകാരനെ തേടി എത്തിയിട്ടുള്ളത്. അറേബ്യയുടെ പവിഴദ്വീപായ ബഹറിൻ്റെ മണ്ണാണ് തനിക്ക് എഴുതാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി നൽകിയതെന്നും ഇദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം നാടിനെ പോലെ ബഹറിൻ്റെ ഈ മണ്ണിനെയും അദ്ദേഹം ജീവന തുല്യം സ്നേഹിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എഴുത്തിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.